അപ്പോൾ നമ്മളിപ്പോൾ സിമോൺ ഫാമിൽ വന്നിട്ടിട്ട വീഡിയോന് നമ്മുടെ സെക്കൻഡ് ഹയസ്റ്റ് വ്യൂ ആണ്. ഏറ്റവും ഹയസ്റ്റ് വ്യൂ ആയിരുന്നു, പക്ഷേ നമ്മുടെ ചെസ്നട്ട് അതിനെ ഓവർടേക്ക് ചെയ്തു അട്ടിമറിജയത്തിൽ കൂടി. അങ്ങനെ ഏകദേശം ഒരു 17,000 വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ ഒരു ഫാമിലാണ് ഹിൽ ഓഫ് ഓർച്ചാർഡിൽ നമ്മൾ ഏകദേശം ഒരു 2 കൊല്ലം മുമ്പാണ് വന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നില്ല, അതിന് മുന്നത്തെ കൊല്ലം നമ്മളിവിടെ ചെറി പറിക്കാൻ വന്നു. പക്ഷേ ചെറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ പെർസിമോൺ ആണ് കേട്ടോ, സൂപ്പർ. നോക്ക്. അപ്പോൾ ഇത് ഹച്ചിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്, ആസ്ട്രിഞ്ചൻ്റ് ആണ്. അപ്പോൾ ഇതിനൊരു കറുപ്പ് ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യരും ഇത് പറിക്കാതെ ഇങ്ങനെ നല്ല ഭംഗിയിലൂടെ നിർത്തിയിരിക്കുന്നത്. ഈ ട്രീമ മുഴുവൻ ഒരു ഇല പോലും എങ്കിൽ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉണങ്ങിയതല്ല പറയുന്നത് കേട്ടോ, പച്ച പോലത്തെ. അപ്പോൾ ശരിക്കും നല്ല ഗ്രീൻ ലീവ്സാണ്. ഇതിപ്പം കഴിഞ്ഞു, ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് പിക്കിംഗ് ആണ്. അപ്പോൾ ഇതിവിടെ നിൽക്കണ നോക്ക്, എന്ത് ഭംഗിയാന്ന് പറയും ഇത് കാണാനായിട്ട്. ഫോട്ടോ എടുക്കാൻ ബെസ്റ്റ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഈ ട്രീമൊക്കെ നോക്ക്. അപ്പോൾ ഇവിടെ ഇത് വലിയൊരു ഫാമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നിലുള്ളതൊന്നുമില്ല, കാരണം അതെല്ലാം ആൾക്കാർ പറിച്ചെടുത്തു. കാരണം അതൊക്കെ നല്ല വെറൈറ്റിയാണ്. അതുപോലെ പിന്നിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അവിടെ ഉള്ളതൊക്കെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പറിച്ചു. എവിടെ നമ്മുടെ കൊട്ട കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞു ഇതോടുകൂടി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചോക്ലേറ്റൊക്കെ കിട്ടി, ഈ പ്രാവശ്യം ചോക്ലേറ്റ് ഒന്നും ഇല്ല, പെർസിമോൺ ഇല്ല. അതായത് നോക്ക് ഇവിടെ ബഞ്ച്, രസം നോക്കിയേ. ഇപ്പോൾ ഇവിടെ ഷോപ്പുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നു. ചിലപ്പോൾ അത് $1.5 കിട്ടും. കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ $3 ഇവിടെ നോക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. വളരെ നല്ല ഫാമാണ്. സിഡ്നിയിലൊരു ഫാമിൽ ഞാൻ കോവിഡ് സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല, കാരണം അപ്പോഴാണ് കോവിഡ് കേസ് വന്ന് ലോക്ക്ഡൗൺ ആയത്. പിന്നെ ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ആ ടിക്കറ്റ് കൊടുത്തു. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടറിൽ നമ്മളെ കൊണ്ടുപോകാം, പക്ഷേ നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ പറിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയം, ലിമിറ്റഡ് സമയമുള്ളൂ. പിന്നെ അധികം ടേസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. കുറച്ചും കൂടി ഭയങ്കര പ്രൊഫഷണൽ ഫാമാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരാൾ പോലും നമ്മൾ നോക്കണമൊന്നുമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്ന് പിക്ക് ചെയ്യാം, കഴിക്കാം. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിപരമായി കത്തിയൊക്കെ കൊണ്ടുപോകാൻ എങ്ങനെ കേട്ടോ. അപ്പോൾ കത്തി വെച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതുമ്മേന്ന് പറിക്കണേക്കാൾ മുമ്പ് നോക്കണം നല്ലതാണോ അല്ലേന്ന്. നല്ലതാണോ നോക്കിയിട്ട് വേണം നമ്മൾ പറിച്ചിടാനായിട്ട്. അപ്പോൾ നമ്മൾ ഹച്ചി അല്ലാത്ത വെറൈറ്റി നോക്കിയിട്ടാണ് പറിക്കുന്നത്. കണ്ടു, എന്തൊരു രസമാണ് കാണാനായിട്ട്. ഒരു ഇല പോലും ഇല്ല, നിറയെ ഇങ്ങനെ നമ്മൾ പെരുന്നാൾക്കൊക്കെ നാട്ടിൽ മാല ബൾബ് ഇടില്ലേ, അതുപോലെ നിറച്ചും. ഈ കാണുന്നത് ഇലയല്ല കേട്ടോ, നിങ്ങൾ ഇല കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയണ്ട. ഇതൊക്കെ അതിൻ്റെ ഒരു ടോപ്പിലൊരു തൊപ്പിയാണ് അതിൻ്റെ. ഹച്ചിയ വെറൈറ്റി. ഒരു ട്രീ, എന്താ ഭംഗിയെന്നറിയോ. പിന്നെ ഇവിടെ പീക്കോക്ക് ഉണ്ട്. പീക്കോക്കാണ് അതിൻ്റെ പിന്നിൽ നിന്നിട്ട് കീക്കിന്ന് പറഞ്ഞിട്ട് നല്ല ഒളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ഇത് നോക്ക്, എന്താ ഭംഗി. നമ്മുടെ അവിടെ പുത്രൻ അവിടെ നിൽക്കുന്നുണ്ട്. പുത്രന് ബോറടിച്ചു തുടങ്ങി. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഫാമിലൊക്കെ വരുമ്പോൾ ഭയങ്കര നല്ല പീസ് ആൻഡ് ക്വയറ്റാണ്, ബഹളമൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് കുറേ ഫിഗൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അപ്പം ചെറിയ ട്രീമ വരാനുണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടി ട്രീ ഉണ്ടായിരിക്കണമൊക്കെ. അതിനധികം പൊക്കമൊന്നുമില്ല. ഇവനെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് നല്ല പൊക്കത്തിൽ പോകുന്നു തോന്നുന്നു. കണ്ടോ, ചെറിയൊരു ട്രീ ആണ്, എന്നാലും അതിന് പറ്റാവുന്ന രീതിയിൽ കുട്ടി പെർസിമോൺസിനെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട, കുഞ്ഞ് പെർസിമോൺ, അയ്യോടാ ബേബി പെർസിമോൺ. കണ്ട, ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇതൊക്കെ കണ്ട, ഇതിങ്ങനെ വരാമോ? കണ്ട, ഇത്രയും കിട്ടിയാൽ മതി. ഇങ്ങനെ ഇത് നമ്മുടെ ഒരു ബക്കറ്റ്. ഇത് ഷിജിയുടെ ബക്കറ്റിൽ അത് എത്രയുണ്ട്? ഇതൊക്കെ നല്ല വലുപ്പമുണ്ടല്ലോ. അത് പഴുത്തിട്ടുണ്ട് ഒരുവിധം അല്ലേ, നല്ലൊരു പ്രത്യേക ഷേപ്പ് ഇതിന്. പിന്നെ കാണിച്ചു തരാം. അതൊക്കെ പിന്നെ അപ്പോൾ ഇതൊരു ബക്കറ്റ്. മറ്റേ ബക്കറ്റ് നമ്മൾ എവിടെ വെച്ചു? കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ബുദ്ധിപരമായിട്ട് കത്തിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കത്തി എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിപരമായി കത്തിയും കൊണ്ട് വന്നിട്ടുണ്ട്. കത്തി എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. കത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മരത്തിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പെർസിമോൺ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം കഴിക്കാൻ. കാരണം നമുക്കിത് കണ്ടാൽ പറയാൻ പറ്റില്ല ഇത് ഹച്ചിയാണോ, അത് ആസ്ട്രിഞ്ചൻ്റ് ആണോ നോൺ ആസ്ട്രിഞ്ചൻ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കത്തി എടുക്കുക, ഇങ്ങനെ മുറിക്കുക, പൊട്ടിച്ചിട്ട് മുറിക്കാട്ടോ. ഞാൻ പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് മരത്തുമ്മേനെ മുറിച്ചത്. ഇത് മധുരമുണ്ട്, പക്ഷേ കറുപ്പുമുണ്ട്. അപ്പോൾ ഇത് ആസ്ട്രിഞ്ചൻ്റ് ആണ്. അപ്പോൾ ഇത് പൊട്ടിക്കണ്ട, അതാണ് കത്തി.
പെസിമോൻ പറിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് പറിക്കണം. നമ്മൾ വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ കമ്പ് പൊട്ടും. അപ്പോൾ പെസിമോൻ ഇങ്ങനെ തിരിച്ച് വേണം പൊട്ടിക്കാനായിട്ട്. കാരണം അതിൻ്റെ തണ്ട് കാണിച്ച മോനെ, തണ്ട് കാണിച്ചേ. ഇതേ പെസിമോൻ പറിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെസിമോൻ ഇങ്ങനെ തിരിച്ച് വേണം പൊട്ടിക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് ഒടിക്കും. കാരണം അതിൻ്റെ തണ്ടിന് നല്ല കട്ടിയാണ്, കണ്ടോ. അപ്പോൾ അതെങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമ്മുടെ കയ്യിലിരിക്കും. ഇതാണ് പെസിമോൻ. മഞ്ഞപ്പുണ്ട് മിനിയേ. ഓ എന്താ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പെസിമോൺ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമ്മൾ ടയേർഡായി, തിന്ന് ടയേർഡായതാട്ടോ, പിക്ക് ചെയ്ത് ടയേർഡായതല്ല. ഇവിടെ ഒരാൾ ചെയ്യുന്നത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യത്തിൽ കുറച്ച് ചെറുതുകൾ പറക്കി. അപ്പോൾ നമ്മൾ ഈ പിക്ക് ചെയ്തതിന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കോളേജിൽ കൊടുക്കണം, കുറച്ച് ഫ്രണ്ട്സിന് കൊടുക്കണം. അപ്പോൾ അതായത് നോക്കിയേ, ഇതൊക്കെ നോക്കി എന്ത് നല്ല പെസിമോണല്ലേ, ഒരു കേടുകൂലി ഒന്നുമില്ല കേട്ടോ. പെർ കിലോ $7. അപ്പോൾ ഇത് ഒരെണ്ണം എൻ്റെ ബക്കറ്റ്, ഇത് വേറൊരു ബക്കറ്റ്. ഇനി ഷിജിയുടെ ബക്കറ്റ് കാണട്ടെ. ഒരു കൊല്ലത്തേക്കുള്ള പെസിമോൻ ഉണ്ട്, അവിടെ ഉണ്ട് അത്. അപ്പൊ ഷിജി ആന്റി എങ്ങനെ ഉണ്ടായിരുന്നു പെസിമോൺ പിക്കിങ്? അടിപൊളിയല്ലായിരുന്നു? ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോ ഒക്കെ കിട്ടിയില്ലേ? വയറൊന്നും അറിഞ്ഞില്ലേ, മനസ്സൊന്നും അറിഞ്ഞില്ലേ? അന്ന് എൻ്റെ വീട്ടിൽ പോവാം, ഇമ്മക്കോട്ടെ വീട്ടിൽ പോവാം. ബൈ. അപ്പൊ പെസിമോൺ 7 കിലോ പെസിമോൺ ഒന്നെടുത്ത ഒന്ന് ഫ്രീ, വലുതെടുത്താ ചെറുത് ഫ്രീ. ചെറുതവിടെ ചെറുതെടുത്താ വലുത് ഫ്രീ. അപ്പൊ നമ്മള് പെസിമോൺ പിക്കിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. തിന്ന് വയറ് പൊട്ടി എന്ന് പറയാം. പൊട്ടാറായിട്ടുണ്ട്, പൊട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം അത്ര അധികം തിന്ന് കൂട്ടി. അപ്പം ഈ ഒരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിക്കാം. ഒരു റെസ്ട്രിക്ഷനില്ല, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇവിടെ ഇല്ല. നമ്മൾ കാൻബറയിൽ നിന്ന് ഒരു ഫാമിലീനെ കണ്ടു, ഒരു ഏഷ്യൻസ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ഏതാ ഇവിടുത്തെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്നോട് ചോദിക്കും ഈ ഫാമിൻ്റെ ഓണറാണോന്ന്. ആയാൽ കൊള്ളായിരുന്നു, പക്ഷെ അല്ല. അപ്പോൾ അതെ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ കാൻബറയിലുള്ളവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഫ്രോസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് പഴുക്കില്ല. അപ്പോൾ അത് കണ്ടോ, നല്ല വലുത് ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്നത്തോടുകൂടി ഇതിവിടെ എല്ലാം പറിക്കും. അപ്പം ഇനിയും ഇതുപോലത്തെ അടിപൊളി ഫ്രൂട്ട് പിക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഷിജി? ഇപ്പം നിലത്ത് വീണ് കേടായിട്ട് കിടക്കുന്ന പെസിമോനൊക്കെ എടുത്തിട്ട് ഇവിടെ ക്രിക്കറ്റ് കളിയാണ്. ഒരാൾക്ക് അവന് ബോറടിച്ചു, എമ്മിക്കൂട്ടിന് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. അപ്പോൾ നമ്മളിവിടെ നിലത്ത് കുറേ വീണ് എടുക്കുന്നുണ്ട് പെസിമോൻസ്. കുറച്ച് ചതഞ്ഞതും ചീഞ്ഞതും കിളി കൊത്തിയതൊക്കെ ആയിട്ടുള്ള പെസിമോൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തേന് ഞാനാ ജയിച്ചേട്ടാ. എവിടെ എത്തിയേ? ആ റോഡിൻ്റെ അടി വരെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇമ്മീഡിയറ്റ് ടേൺ. പോട്ടെ കേട്ടെ. മോളിക്കല്ല പോണ്ടേ. അത് നീ ട്രിക്ക് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി വേണം. സ്ട്രാറ്റജി എന്തായാലും ജയിക്കാൻ പറ്റില്ല ഏത് ഗെയിമിലും. കുറെ ശക്തി ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇമ്മിക്കുട്ടനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ക്രിക്കറ്റ് കളിയാണ് ഇവിടെ. പോരട്ടെ, പൊക്കത്തിലല്ലടാ, നീളത്തിൽ പോട്ടറാ. സുഹൃത്തുക്കളെ, ഇവിടെ പെസിമോ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ നോക്കിയേ ലെമൺ ഉണ്ടായി നിൽക്കണ നോക്കിയേ. നമ്മുടെയൊക്കെ എൻ്റെ വീട്ടിലൊരു ലെമൺ ട്രീ കൊണ്ട് വെച്ചിട്ട് ആകെ 2 ലെമനാണ് കിട്ടിയത്. ഇത് നോക്ക്, ഇഷ്ടം പോലെ ലെമണ്, നല്ല ഭംഗി കാണാനായിട്ട്. ഒക്കെ ഈ ഒരു ഇത് മുഴുവനും ഒരു ലെമൺ വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ലെമൺ കാണാനായിട്ട്. ലെമനാണ് കേട്ടോ, ലൈമല്ല. ലൈമ് പച്ച നിറത്തിലുള്ളതാണ്, ഇത് മഞ്ഞ നിറത്തിലുള്ളത് ലെമണ്. നോക്കിയാൽ ഇഷ്ടം പോലെ ലെമനുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഫാം. അപ്പോൾ അതാളന്ന് പറഞ്ഞത്, ഞാൻ പഴയ വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ ഏത് സമയത്ത് വന്നാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഫിഗ് കഴിഞ്ഞു, ഇപ്പോൾ പെസിമോണും ലെമണും. ആ ഒരു ട്രീ നോക്ക്, സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ലോണം ലെമൺ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെ ആണോ ഇവർ നോക്കണേൻ്റെ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. നല്ലോണം ലെമനും എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതാ പിന്നിലാ കൂടെ കാണുന്നതാണ് ചെറി. നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ അന്ന് എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല ചെറി. പക്ഷെ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അന്ന് വന്നപ്പോൾ. അപ്പോൾ ഇതാണ് ലെമണ്. പിന്നെ ഇവിടെ പീക്കോക്ക് ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, പോണ വഴിക്ക് പീക്കോക്കിനെ കാണിച്ചു തരാം. അപ്പോൾ ഹില്ലൊക്കെ കുറച്ചിടും, മറക്കണ്ട.
നമ്മൾ വന്നപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. ഇത് ലിൻഡ, ഷീസ് ഫ്രം ഗംഗാലിൻ. അപ്പോൾ ഇവിടെ പെസിമോൻ പറിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഗംഗാലിൻ ക്യാൻബറ എന്നുള്ള ഒരാളെ കണ്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി, പിന്നെ നമുക്ക് സബ്സ്ക്രൈബറിനെ കിട്ടി. ഗംഗാലിൻ കോളേജിൻ്റെ അവിടെ ഇവർ ഡാൻസ് ചെയ്യാൻ വരാറുണ്ട്. അപ്പം എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര പോപ്പുലർ ആണല്ലോ. അപ്പോൾ മീറ്റ് ലിൻഡ. സേ ഹലോ. Hello. Where are you actually from? Gangalan. Yeah, no, like in your nationality. China. China. She's from China. Linda, and nice to meet you. Nice to meet you. ദേ ഇവിടെ വാൾനട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടേ, ഇതാണ് വാൾനട്ട്. Is it ready to eat or do? Ready to eat, fresh. Oh, so you just crack it and then you eat it. That's it? Yep. Oh, okay, there you go. There we go. Oh, that's. Oh, this is what you should eat in cold weather. I think that keeps you warm. Okay, ഒരു brain wall ഉണ്ടല്ലേ. ഇതാണ്. This is walnut, guys. Okay, so ഇതാണ് walnut. Is all this from here? This is all from our farm. Oh, Yep. okay. They're the big trees there. Which one? The big ones. That's the walnut tree. Oh, okay. അപ്പോൾ ഇത് ഇവിടുത്തെ ഫാമിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാൾനട്ട്. Do you want to try walnut? It's just like a. It's not very tasty as almonds, but it's okay. But it keeps you warm. I heard that people in cold countries eat it. Have a try. Don't be shy. അത് മാത്രമല്ല ഇവിടെ ഒരാളെ കൂടി ഞാൻ കാണിച്ചു തരാം. പോയോ ആള്? നോക്കി ഇവിടെ ഒരു കുഞ്ഞാട് കുഞ്ഞി. Can I just have a look at this little lambie? Hello. ഇവിടെ ഇവർക്ക് ഒരു lamb ഉണ്ട് കേട്ടോ. നോക്ക്. So cute. Hello. You gotta say hello. Hello. How old is this one? Ajoda. It's in the It's a weeks. baby. Ah, yeah, weeks. Look, where's your mommy? Where's your mommy? She wasn't walking properly, so we brought her here to look after her. Ah, okay. Something wrong with her leg? Nah, just sometimes they're just very weak at the start. Oh, weak. Okay. Alright. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഷിജാൻ്റെ എത്ര വേണം? 5 കിലോ അല്ലേ ഏകദേശം? ഓക്കെ. അപ്പോൾ അതെ എത്ര പറഞ്ഞവർ $30? $30. Yeah, that's mine. ഞാൻ ആ കവർ എടുത്തേടാ അതിൻ്റെ ഉള്ളിൽ നിന്ന്. This one, 7 kilos, 49, make it 45. ഓക്കെ. ഇതാണ് 7 കിലോ അല്ലേ എൻ്റെ? Did you say 7 kilo or 9 kilo? Nah, 7 kilo. 7 kilo. Okay, that's 7 kilo. കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ഇന്നത്തെ. Okay. അപ്പം നമുക്ക് അവർ ഡിസ്കൗണ്ട് ഒക്കെ തന്നു കേട്ടോ. എൻ്റേത് 7 കിലോ ഉണ്ടായിരുന്നു. 49 ആയിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പോപ്പുലർ ആക്കിക്കൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട് വന്നു. അങ്ങനെ $40 കൊടുത്തുള്ളൂ. അപ്പം ഞങ്ങൾ കാണിക്കാൻ വന്നത് ഇതാണ് വാൾനട്ടിൻ്റെ ട്രീ. അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. സീസൺ കഴിഞ്ഞു, എല്ലാവരും പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് 1-2 വാൾനട്ട് തന്നു, അവിടെ വെച്ച് പൊട്ടിച്ചും തന്നു. അപ്പോൾ ഇതാണ് വാൾനട്ട്. ഇനി ഒരു നല്ല വലിയ ട്രീ ആട്ടോ വാൾനട്ടിൻ്റെ. നോക്കി, നല്ല വലിയ ട്രീ ആണ്. വാൾനട്ട് ഒന്നും നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ട്രീമേ ഒന്നുമില്ല. ഈവൻ തന്നെ എനിക്ക് വേണം മൂത്ത് കഴിഞ്ഞ് നിലത്ത് വീണ് എടുക്കേണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടായി നിൽക്കണ കാണാൻ ഒറ്റ വാൾനട്ട് പോലും ഇല്ല. പക്ഷേ ഇതാണ് ട്രീ. കണ്ടതിൻ്റെ ഇല കണ്ടോ, ഒരു പ്ലാവിൻ്റെ ഇല പോലെ ഇല്ലേ, കണ്ടോ? ഇതാണ് വാൾനട്ട്. വാൾനട്ട് ട്രീസ് ഇഷ്ടം പോലെ എന്ന് പറയാനില്ല കേട്ടോ. ഇവിടെ 2-3 വാൾനട്ട് ട്രീകൾ പറയും. അങ്ങോട്ട് കയറ്റി പറയാണ്. ബിൽഡപ്പ് ഫുള്ള്. വാൾനട്ട് ട്രീ. ഇവിടെ കുറച്ച് കളക്കങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കളക്കങ്ങളുണ്ട്. അതൊന്ന് കാണിച്ചു തരാനായിട്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ അവർ ഓടി. പക്ഷേ നാട്ടിലാണ് ഞാനിങ്ങനെ കളക്കങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇവിടെ കണ്ടിട്ടില്ല. ഇതൊരു മിഡിൽ ഈസ്റ്റ് ഫാമിലിയാണ്. അപ്പോൾ 3 ബ്രദേഴ്സും അവരുടെ ഫാദറും കൂടിയാണ് ഇത് നടത്തണേ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ. ഞാൻ ഇതുവരെ ഇവിടെ വന്നപ്പിനെ കണ്ടിട്ടില്ല, അതുങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ്. ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. ലോങ്ങൻ അങ്ങനെ എന്തോ പറയാണ്. കണ്ടോ, അതിൻ്റെ പൂ മാത്രമായിട്ടുള്ളൂ. ഇതാ പൂവിട്ടിട്ടുണ്ട്, ഫ്രൂട്ടായിട്ടില്ല. നിറയെ ബീസൊക്കെ വന്ന് അതിൻ്റെ പോളിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹില്ലോക്ക് ഓർച്ചിഡ്. നമുക്ക് വീട്ടിൽ പോകാറായി. നമ്മൾ കുറച്ച് ലെമനും പൊട്ടിച്ചു. ഇനി നമ്മളെന്തായാലും പെർസിമൺ പിക്കിങ്ങിന് നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ കണ്ട ഏഷ്യൻ ഫാമിലി പറയാണ്. ഞാൻ പറഞ്ഞു ഇവരോട് ചെറി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ചെറി പറിക്കാൻ ഇവിടെ വരെ വരണ്ടേന്ന്. ഏകദേശം ഒരു 1.25-2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷേ പെർസിമോൺ ഇവർക്ക് ഏഷ്യൻസിന് ഭയങ്കര കാര്യം പെർസിമോൺ. അപ്പോൾ അതുകൊണ്ട് അവർ പെർസിമോൺ പറിക്കാൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു എവരിവൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ I'll see you in the next video. Till then, stay tuned. Bye bye.